afternoon to all. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, start the order. Start with prayer, God of today and our end. Prayer പറയുന്നത് ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നും വീരനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിൽ കാരണനായുള്ള തമ്പുരാനേ അച്ഛനോ അമ്മയോ എന്തു പറഞ്ഞാൽ അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിൻ ഉണ്മയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചു ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാനിന്നും ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവി കാരണനായുള്ള തമ്പുരാൻ. Thank you. Okay. Thought ഞാനാണ്. Good afternoon to all. Good afternoon, ma'am. Today's thought is, every day is a new chance to start fresh. Learn from yesterday and do better today. Thank you. സൈൻ ഞാനാണ്. ചെറിയ പാട്ടാണ്. ആലവട്ടം വീശിയില്ലേ പനയോലക്കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കിയില്ലേ പാണപ്പുഴ പനിനീർ തൂവിയ കിഴക്കിനിപ്പടവിൽ വലതുകാൽ വെച്ചകത്തുവായോ വീരാളിക്കാറ്റേ നന്നാറിപ്പൂവേ നാത്തൂനാരേ നന്നാറിപ്പൂവേ നാത്തൂനാരേ വേലിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. താങ്ക് യു. Okay, Prabhala. നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു മാം. ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് 6 മാസമായി. ആന്നേ ഞാനും ആലോചിച്ചു ഈ പേര് കണ്ടിട്ട് കൊറേ നാളായാലോ. അതൊക്കെ ആലോചിച്ചുള്ളൂ ഞാൻ. എവിടെയായിരുന്നു? ഞാൻ സ്കൂളില് എവിടെയായിരുന്നു? സ്കൂളിൽ പോണ്ട് ടീച്ചറെ. ടീച്ചറാണോ? ഇപ്പൊ 6 മാസമായി കേറിയിട്ട്. എന്നിട്ട് എന്താണ് പ്രൊണൗൺസിയേഷൻ പറഞ്ഞ? എവിടെയാ പോകുന്നത്? കേട്ടില്ല. എവിടെയാ പോകുന്നത്? സ്കൂൾ. അയ്യോ മിസ്സിന്റെ അടുത്ത് ഞാനില്ല. എന്നോട് തന്നെ വന്നിരുന്ന് പറഞ്ഞോട്ടോ. പണ്ടൊക്കെ പറയുന്ന പോലെ ടീച്ചേഴ്സ് ആണ് നിങ്ങള്. വയനാട് ഏരിയയിലേക്കൊക്കെ അങ്ങനെയാ പറയുന്നത്. സ്കൂളിന്നാ പറയുന്നത്. മാറ്റി പിടിക്കോ? സ്കൂൾ വേണ്ട സ്കൂൾ. സ്കൂൾ ഞാൻ ഇപ്പോഴും പഴയ ഭാഷ യൂസ് ചെയ്യും. ഈ വടുക്കോറം ഉമ്മറും എന്നൊക്കെ ഞാൻ പറയുമ്പോ എന്നെ അവിടെ ആൾക്കാർ കളിയാക്കും. ഇത് ഏത് കാലത്തെ ഭാഷ വടുക്കോറം ഉമ്മറം? വടുക്കോറം പറഞ്ഞ വീടിന്റെ ബാക്ക് വശത്തിന് വടുക്കോറം, കോലായ,
തെക്കിനി അങ്ങനൊക്കെ പറയുമ്പോ എന്നെ കളിയാക്കും. ഓക്കെ ടീച്ചർ, അപ്പൊ ഏതാണ് പഠിപ്പിക്കുന്നത്? എന്താ പറയും, എക്സ്പീരിയൻസ് കേട്ടെ. ഞങ്ങളിങ്ങനെ ആരുടെ എക്സ്പീരിയൻസ് കേട്ടാൽ വെയിലിക്കാണ്. ഞാൻ LKG-യിലും UKG-യിലും 1ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ. LKG-യിൽ ഇംഗ്ലീഷും LKG-യിൽ ഇംഗ്ലീഷും മാത്സും, UKG-യിൽ GK-യും, 1ാം ക്ലാസ്സിൽ ഇംഗ്ലീഷും. നിങ്ങളൊന്ന് ആലോചിക്കുക കുട്ടികളുടെ അവസ്ഥ ആലോചിക്കും. സ്കൂളെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അല്ലേ? സ്കൂള് ഞാൻ ഇന്ന് ക്ലാസ്സിൽ കേറിയില്ല. കേറിയിട്ടില്ല, പറഞ്ഞിട്ടില്ല അല്ലേ? വന്ന ക്ലാസ് എന്തായാലും കൊള്ളാം. ഏത് ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ അവര് പിടിക്കില്ലായിരുന്നു. അത് പെട്ടളഞ്ഞാണ്. അറിയാതെ പറഞ്ഞു പോയി. ഇനി ഒരിക്കലും മറക്കില്ല. സ്കൂളിൽ നിന്ന് പറയും, പറഞ്ഞാലും മാറ്റി പറയും. ഓർമ്മയുണ്ടോ എനിക്ക്? അപ്പൊ ഇന്ന് ക്ലാസ്സില്ല? ഇല്ല, എന്നാ മണ്ണാർക്കാട് പൂരായോണ്ട് ലീവാ. അതുകൊണ്ട് കാണാൻ പറ്റി. അതെ. അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, പിന്നെന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രസന്റില് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ആക്ടിവിറ്റി ഒന്നുണ്ടായിരുന്നു മിസ്. പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് എല്ലാം എഴുതണം. മറ്റേ ലൈവ് ആയിട്ടുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മിസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? അതായിരുന്നു ചെയ്തേ. ഞാൻ രണ്ടുപേരും ക്ലാസ്സിൽ അവതരിപ്പിച്ചായിരുന്നു, കുറച്ചുപേരും കൂടി ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാ പറഞ്ഞു. റെഡിയാണോ ആരെങ്കിലും? അറിയൂ, റെഡിയാണോ? ഇതിന് ഭയങ്കര സ്ട്രെങ്ത് കുറവാണല്ലോ. എന്ത് പറ്റി? മടിയന്മാരാണ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് പോയല്ലായിരുന്നു. കുറെ പേര് ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ട് മിസ്സേ. കുറച്ചുപേര് ഇന്റേൺഷിപ്പിലാണ് ഓൾറെഡി. കുറച്ചുപേര് പോയി തുടങ്ങിയില്ല. ലുതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റേൺഷിപ്പിന് പോകുന്നു പറഞ്ഞു. നടക്കട്ടെ. പിന്നെന്താ, ഇന്ന് ക്ലാസ് എടുക്കണോ? എന്നൊക്കെ തോന്നുന്നു. ക്ലാസ് എടുക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറയും വന്നില്ല, ക്ലാസ് എടുക്കാനും മൂടില്ല. ടീച്ചർ വന്ന് ക്ലാസ്സിൽ നിന്ന് പറയുന്നത് വർത്താനല്ലേ? എന്താ നോക്കി ഉള്ളതുപോലെ പറഞ്ഞേ ഉള്ളൂ. സംസാരിച്ചാലോ എന്നൊരു തോന്നല്. ഇത് പറയുന്നു ക്ലാസ് എടുക്കണോ? എന്നാ നമുക്ക് മിസ്സേ, ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസസ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം മിസ്സേ. ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴേ അത് വളരെ ഉപകാരമായിരിക്കും. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ MT13 ബാച്ചിന്റെ ഒരു ബാച്ച് പാസ് ഔട്ട് ആയിപ്പോയി കഴിഞ്ഞു. അപ്പോ ഞാൻ എല്ലാം നമ്മള് നോർമലി ക്ലാസ്സില് ടെക്സ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം പഠിപ്പിക്കും. അല്ലാതെ കുറച്ച് ഡെയിലി ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി സെന്റൻസും എല്ലാ ക്ലാസ്സിലും നോട്ട് കൊടുക്കുന്ന. അപ്പൊ ആദ്യമായിട്ടുള്ള സ്റ്റുഡന്റ് അല്ല, ആദ്യമായിട്ടുള്ള ഒരു ബാച്ചില് റിക്വസ്റ്റ് വന്നേ, മിസ് ഞങ്ങൾക്ക് ക്ലാസ് റൂം ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ഇന്റേൺഷിപ്പിൽ പോകുമ്പോഴാണ് ഇതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നോട്ട്സ് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലാസ് റൂം ഇംഗ്ലീഷ്. ഇപ്പൊ വേണോ? ഇപ്പൊ കാര്യങ്ങൾ നമുക്ക് എന്താ പറയണ്ടതെന്ന് നമുക്കൊരു ഊഹമുണ്ട്, പക്ഷെ അത് ആ സമയത്ത് വരില്ല. എന്താ പറയണ്ടതെന്ന് പിന്നെ കുഞ്ഞുമക്കളാണല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു നാണക്കേടാവും പോകും. നമുക്ക് അറിയാൻ കാര്യങ്ങളാണ്, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷെ ഇവിടെ ഞാൻ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്, വേണമെങ്കിൽ അവരോട് ചോദിച്ചാലോ നമുക്ക്? അല്ലെ, ചോദിക്കാം. ചോദിക്കാം. ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ 1ാം ക്ലാസ്സിലോ LKG ഇംഗ്ലീഷ് ടീച്ചർ ഇവിടെ. ചോദിക്കൂ, ഇംഗ്ലീഷ് ടീച്ചർ എന്തൊക്കെയാണ് ഇവിടെ ക്ലാസ്സിൽ പറയുന്നത്? ടീച്ചർ ഒരെണ്ണം കിട്ടിയത് മതി, ഞാൻ ന്യൂസ് സ്കൂളെന്നൊക്കെ പറയുള്ളൂ. ടീച്ചർ പറഞ്ഞു തന്നാ മതി. പ്രഭുല്ല ഇപ്പൊ ഇറങ്ങി ഓടും മിസ്സേ, ഇപ്പൊ ഇറങ്ങി ഓടും പ്രഭുല്ല.
എന്നാലും പ്രഭുല ടീച്ചറെ വേണ്ട, ഞാനില്ല. ടീച്ചർ പറഞ്ഞു തരൂ. അല്ല ചുമ്മാ അറിയട്ടെ, വെയിറ്റ് ചെയ്യൂ. പ്രഭുൽ എങ്ങനെയാണ് ക്ലാസ്സിലൊക്കെ എങ്ങനെയാ? ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ? അല്ല മിസ്, ഇവിടെ അട്ടപ്പാടി ഭാഗമായതുകൊണ്ട് ഇവിടെ കുറെ മറ്റേ ട്രൈബൽ കുട്ടികളുണ്ട്. അവർ അധികം ട്രൈബൽ ഭാഷ യൂസ് ചെയ്യണം. അപ്പൊ എനിക്ക് അവരുടെ ഭാഷ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ട്രൈബൽ ഭാഷ വലിയ ഭാഷയില്ല. അപ്പൊ ഞാൻ വല്ല സഹായക്കാണ് ഇങ്ങനെ ആയേനെ വിളിക്കാറ്. അപ്പൊ എനിക്ക് ഭാഷ വലിയ സെറ്റ് ആവില്ല. അപ്പൊ കുട്ടികൾ എന്തൊക്കെയോ പറയുന്നു, ഞാൻ എന്തൊക്കെയോ പറയുന്നു. എനിക്ക് അവരുടെ ഭാഷ അത്ര സെറ്റ് ആവില്ല. മറ്റേ ഓരോ ആൾക്കാർക്ക് ഓരോ ഭാഷയാണ്. അപ്പൊ മുടുക അവരൊക്കെ വേറെ തരം ഭാഷയാണ് അവർ യൂസ് ചെയ്യണത്. അപ്പൊ ഈ കുട്ടികളത് പറയുമ്പോ എനിക്കത് പെട്ടെന്നൊന്നും കത്തുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം. എനിക്കും കത്തുന്നില്ല. എനിക്ക് ആ ഭാഷ അത്ര വശമില്ല. കുട്ടികൾ ഞാൻ വീട്ടിൽ അതെന്നെ പറഞ്ഞിട്ട് കാര്യമായിട്ട് പറയുമ്പോ എന്റെ അടുത്ത് പറയുമ്പോ ഞാനിപ്പോ ഇത് എന്താ ഈ കുട്ടികൾ പറയണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ആയനെ വിളിച്ചു വരുത്തും. ആയക്ക് പിന്നെ ആ ഭാഷ അറിയാം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ തട്ടിമുട്ടൊക്കെയാണ് പോണത്. അവിടെ എത്ര ടീച്ചേഴ്സ് എങ്ങനെയാണ്? ടീച്ചേഴ്സ് 8 പേരുണ്ട്. അവർക്കൊക്കെ ഒരുവിധം അറിയാം. അവർ ഇവിടെ ആൾക്കാരാണ്ട് അവർക്കൊക്കെ ഒരുവിധ ഭാഷ അറിയാം. പക്ഷെ എനിക്ക് അത്ര വലിയ ഭാഷയില്ല. അല്ല പ്രഭുൽ എവിടെയാണ്? സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം പട്ടാമ്പിയാണ്. പട്ടാമ്പി എവിടെയാ? പട്ടാമ്പി ഒറ്റപ്പാലൊക്കെ. അപ്പൊ അങ്ങോട്ടേക്ക് എങ്ങനെയാ? അവിടേക്കൊന്നും ഇവരില്ല. അതായത് പട്ടാമ്പി ഭാഗത്തേക്കൊന്നും ട്രൈബൽസ് അങ്ങനെ ഇല്ല. പക്ഷെ അട്ടപ്പാടിയിലാണ് നിറയെ ട്രൈബൽസ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവരെ നല്ലോണം പറയുമ്പോ എനിക്ക് ഭാഷ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. കുറേശ്ശെ ഇങ്ങനെ കിട്ടണേ ഉള്ളൂ. അല്ല എന്റെ ചോദ്യം, ഇപ്പൊ പട്ടാമ്പിയിലാണ് സ്ഥലം എന്ന് പറഞ്ഞു. അവിടെ മിസ്സേ, പ്രബുലയുടെ സ്വന്തം സ്ഥലമാണ് പട്ടാമ്പി. കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കുന്നതാണ് അട്ടപ്പാടിയില്. ഇപ്പൊ അട്ടപ്പാടിയിലെ സ്കൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അട്ടപ്പാടി വരെ എന്തിനാ പോകുന്നത് ആലോചിച്ചു ഞാൻ. അങ്ങനെയല്ല. അങ്ങനെ പറ, പട്ടപ്പാടിയാണ്. പഠിക്കും. നല്ല പക്ഷെ നല്ല സ്ഥലമല്ലേ അത് അല്ലേ? അതെ അതെ. ഞാൻ അവിടേക്ക് വരാണെങ്കിൽ ഞാൻ വിളിക്കാം. ശരി ശരി. എനിക്ക് കുറെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പ്ലേസ് ആ ട്രൈബൽസിന്റെയും അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാലോ. ശരി. ഹെൽപ്പ് ചെയ്യാവോ? ചെയ്യോ? കേട്ടില്ല. അല്ല ഹെൽപ്പ് ചെയ്യുമോന്ന് ചോദിച്ചാ. ഇപ്പൊ തന്നെ കേൾക്കണില്ല മിസ്സേ. കേട്ടില്ല വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ കേട്ടില്ല എന്ന് പറയണ. നമ്മുടെ ആതിര മിസ്സാണ്. ആതിര മിസ്സും വരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. എല്ലാരും വരും. വരും മിസ്സേ. ചെയ്താ ഹെൽപ്പ് ചെയ്താ. ആയിക്കോട്ടെ. ഞാൻ ചുമ്മാ അല്ല ഞാനെല്ലാം നമുക്ക് ആലോചിച്ചോക്കെ. ഞങ്ങൾക്കല്ല നിങ്ങൾക്കും അതെ കേട്ടോ. നമുക്ക് എല്ലായിടത്തും ഫ്രണ്ട്സ് ഇല്ലേ അല്ലെ? എവിടെ പോയാലും പറയുന്നവരുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ കേരളം ഫുള്ള് അറിയാം. നമ്മൾ എവിടെ പോയാലും നമ്മൾ തിരിച്ചറിയാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. അത് വലിയൊരു ഭാഗ്യമല്ലേ? പക്ഷെ നിങ്ങൾ ഒക്കെ കാണുമ്പോ വന്ന് സംസാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭാഗ്യമുള്ളൂ. അതെന്നെ മിസ്, അങ്ങനെ പറഞ്ഞു ഞങ്ങൾ എന്തായാലും സംസാരിക്കും. മിസ്സിനെ മനസ്സിലാവില്ലായിരിക്കും ഞങ്ങളെ കാണുമ്പോ. പക്ഷെ മിസ്സിനെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓ നിങ്ങളെ കുറച്ചധികം എനിക്ക് അറിയാം. അങ്ങനെ പ്രബുലിനെ അറിയില്ലല്ലോ. ക്യാമറ ഓൺ ചെയ്യാൻ കാണായിരുന്നു. ഇത്രയും ഒരാളെ നമ്മൾ ട്രോൾ ചെയ്ത് കണ്ടിരുന്നെങ്കിൽ. സത്യം ശരിക്കും പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ആരെയും അധികം അല്ലെ ഒരുപാട് അങ്ങനെ ട്രോൾ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. പ്രബുലൊക്കെയാണ് അതിന്റെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നത്. നല്ലതാ. ക്ലാസ്സില്ലാത്തോണ്ട് കയറിയതാണ്. അല്ല ക്ലാസ് കാണാറുണ്ടോ? അത് ചോദിക്കട്ടെ. മിസ്സിന്റെ ക്ലാസ് ഒരു 10ഓളം കേൾക്കാൻ പെൻഡിങ് ഉണ്ട്. സ്കൂൾ എന്നൊക്കെ പറയാതെ മനസ്സിലായി. അല്ല, എനിക്കിപ്പോ കേൾക്കാൻ പറ്റുന്ന ടൈമാണ്. എന്റെ ഹസ്ബൻഡ് മറ്റേ ആക്സിഡന്റ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ 2 ദിവസം മുന്നേ അമ്മയുടെ അമ്മ വന്നായിരുന്നു. അപ്പൊ അമ്മയുടെ അമ്മ അങ്ങനെ നടന്നു പോയിട്ട് മുത്തി വീണിട്ട് മുത്തിയുടെ കൈയിന്റെ 2 എല്ലും പൊട്ടി. അപ്പൊ വീട്ടില് 2 ആൾക്കാരാണ് അങ്ങനെ ഇരിക്കണത്. ക്ലാസ് ഒന്നും കേൾക്കാൻ ടൈം കിട്ടുന്നില്ല.
ഒരു കാര്യം ചെയ്യൂ കേട്ടോ. ആരോടെങ്കിലും ചോദിച്ചാലും മതി. ക്ലാസ് കേൾക്കണ്ട. ക്ലാസ് ഫുള്ളിൽ കേൾക്കുന്നത് ഭയങ്കര ബോറിംഗ്. ഒന്ന് ഹെൽപ്പ് ചെയ്യും. പറയാറുണ്ട് മിസ്സേ, ഞങ്ങള് ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചോദിക്കുമ്പോ. അനുമോളൊക്കെ പറഞ്ഞിടാറുണ്ട്. അനുമോളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അത് മതി. അപ്പൊ ക്ലാസ് കേൾക്കണ്ട കേട്ടോ. ക്ലാസ് ഇതുപോലെയൊക്കെ തന്നെയാ. ചുമ്മാ കുറെ വർത്താനം പറഞ്ഞ് ഇപ്പോഴത്തെ ക്ലാസ് കൊടുത്ത് നമുക്ക് കാണണ്ട. ഒരു പറഞ്ഞു തരും. ഇപ്പോഴത്തെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ. അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയോ പറയാന്നൊക്കെ വിചാരിച്ചിട്ട് പോയതല്ലേ അല്ലെ? എന്തൊക്കെയോ പറയാ. ക്ലാസ് തന്നെയായിരുന്നു എന്നാവോ? ഡെയിലി റൊട്ടീനെ പറ്റി എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു മിസ്. ഞാൻ പറയിക്കാട്ടോ. അതൊക്കെ വലിയൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു. നിങ്ങളെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് എഴുതാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ എഴുതിയപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി? കുറച്ച് സെന്റൻസ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതില് വലിയ മിസ്റ്റേക്സ് ഒന്നും വരില്ല. നിങ്ങൾ വായിച്ചപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും കുറച്ച് ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നല്ലോ അല്ലെ? ഇതിന് മുന്നേ ഞാൻ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ട് ഫസ്റ്റ് ടൈം എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ടെൻസ് പഠിക്കുന്ന മുന്നേ എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ നോട്ട്സ് എഴുതാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു മിസ്സേ, ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അല്ലാതെ നമ്മള് എഴുതാനൊന്നും പറഞ്ഞിട്ടില്ല. ശേടാ പറയണത് പൊതുവെ ഞാൻ കൊടുക്കുന്നതാണ്. കാരണം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ അന്ന് എഴുതിയ പൊട്ടത്തരവും എന്ന് എഴുതിയ കുറച്ചൊരു ബെറ്റർ ആയതോ നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ബെറ്റർ ആയിട്ട് മിസ്സേ ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ശരിക്കുള്ള സ്ട്രക്ചറിൽ തന്നെ എഴുതാൻ പറ്റുമല്ലോ. മറ്റേത് പഠിക്കുന്നതിന് മുമ്പ് എഴുതുമ്പോൾ നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല ഏതൊക്കെ സ്ഥാനത്താണ് എന്തൊക്കെയാണ് വരേണ്ടതെന്ന്. ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് സെന്റൻസ് സ്ട്രക്ചർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആണെന്നോ ഏകദേശം ഒരു ഉറപ്പുണ്ട്. അതിന് മുന്നൊരു കാര്യം പറയട്ടെ. നമ്മൾ ടെൻസ് പഠിച്ചു, ഗ്രാമർ പഠിച്ചു. ഈ ഗ്രാമർ പഠിച്ചതുകൊണ്ടും നമ്മൾ സംസാരിക്കണമെന്നില്ല കേട്ടോ. അതെപ്പോഴും ഓർത്തേക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഗ്രാമർ പഠിച്ചാലോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം ഗ്രാമർ മാത്രം പഠിച്ചത് കൊണ്ടായില്ല. നമുക്ക് വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങള് ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടത് മലയാളത്തിൽ പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല? ഞാൻ ഇംഗ്ലീഷ് വേർഡ്സ് അറിയില്ല. മനസ്സിലായോ? ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ഇംഗ്ലീഷിൽ പറയാൻ പറ്റണ്ടേ? അറിയില്ല വൊക്കാബുലറി. അത് നമ്മൾക്ക് ക്ലാസ്സിൽ തരിക എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, തരണമെങ്കിൽ തരാം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ എന്ന് എനിക്ക് കൂടെ അറിയണം. അതിലും ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, രാവിലെ എണീക്കുമ്പോ മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നോണ്ടെന്ന് നോക്കാം. പറ്റുന്നില്ല എങ്കിൽ ആ വേർഡ് കിട്ടാത്തതുകൊണ്ടാണ്. കണ്ടുപിടിക്കുക, ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ചെയ്ത ഒരു പ്രവൃത്തി നമുക്ക് അവിടെ ആ സെന്റൻസിലൂടെ നമുക്ക് പറയാൻ പറ്റും ഇംഗ്ലീഷില്. ഒരു പ്രാവശ്യം നമുക്കത് പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് എല്ലാം ഓർത്ത് പറയാൻ പറ്റും. നമ്മളത് ഒരിക്കലും മറക്കില്ല. അങ്ങനെയാണ് നമുക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അല്ലാതെ എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് നോക്കാം എപ്പോഴെങ്കിലൊക്കെ പഠിക്കാം, വൊക്കാബുലറി അല്ലേ വന്നോളും, അത് തന്നെ പഠിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും നടക്കില്ല. ചെയ്യേണ്ടത് നാളത്തേക്കൊന്ന് മാറ്റി വെക്കരുത്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പോ ചെയ്യുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? വൊക്കാബുലറി ഇല്ല, മീൻസ് ആ വേർഡ് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ വേർഡ് കണ്ടുപിടിക്കുക, ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, വൊക്കാബുലറി ആരും നമുക്ക് കൊണ്ടുതരുന്നില്ല കേട്ടോ, നമ്മൾ തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്. ഇനി ഗ്രാമർ നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് വൊക്കാബുലറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഈസി ആയിട്ട്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിൽ അതില്ല, കൺജക്ഷൻ. കൺജക്ഷൻ കുറച്ച് ഇമ്പോർട്ടന്റ്. കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സുകളുണ്ട്, അത് ഇമ്പോർട്ടന്റ്. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ തരാം. കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങളുടെ ബാച്ച് വരെയാണ് ഇംഗ്ലീഷിൽ ഒരു ക്ലാസ് ഉള്ളത്. 16 തുടങ്ങി 2 ക്ലാസ് ആക്കി ഇംഗ്ലീഷിന്.
കാരണം സമയം ഒട്ടും ഇല്ലാണ്ടായി. നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചാലും തീരാത്തൊരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. പക്ഷെ നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റുകൾ എന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ ടെക്സ്റ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനെ കുറിച്ച് പിന്നെ പറയാനും കുറച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ തീരാതെ. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ക്ലാസ് കൊണ്ട് പോരാതെ ആയതുകൊണ്ടാണ് വീക്ക്ലി ട്വൈസ് ആക്കി ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോ എന്താണ്, എനിക്ക് കുറെ സമയമുണ്ട്, കുറെ നോട്ട്സ് കൊടുക്കാനും ക്ലാസ് എടുക്കാനും സമയം ഒരുപാടുണ്ട്. നിങ്ങൾക്ക് പക്ഷെ തീരെ അത് ഇല്ലാതായി കുറഞ്ഞു. പറ്റാവുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ടെൻസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ. അപ്പോൾ ഡെയിലി സെന്റൻസ് ക്ലാസ്സിലുള്ള ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണോ? ഇനി ആരെങ്കിലും ഇന്റേൺഷിപ്പിന് പോകുന്നുണ്ടോ? ആരെങ്കിലും? ഇല്ലല്ലോ. ഇപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ നോട്ട് തരാം, അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ പോർഷൻ എല്ലാം തീർന്നതിന് ശേഷം ലാസ്റ്റ് മതിയല്ലോ. ക്ലാസ് തീർത്തിട്ട് മതി മിസ്സേ, പോർഷൻ തീർത്തിട്ട് മതി. ലാസ്റ്റ്. പിന്നെ പറയാനുള്ളത്, ഇപ്പോ ഈ ടെൻസ്, ഈ നമ്മൾ പഠിക്കുന്ന ടെൻസ് നമ്മുടെ ടെക്സ്റ്റിലൊന്നും ഇല്ല കേട്ടോ. ടെക്സ്റ്റിലെ ടെൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. നേരെ പോകുന്ന ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത് മാത്രം. ടെക്സ്റ്റിലേക്ക്, ഈ ചാപ്റ്ററിലേക്ക് ടെക്സ്റ്റിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. ആക്റ്റീവ് വോയിസ് ആണ് ടെക്സ്റ്റിലുള്ളത്, പോയിട്ടേ ഇല്ല. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ടെൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതായത് പെട്ടെന്ന് പോവാണെങ്കിൽ നമുക്ക് ഈ വീക്കിലി ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ എല്ലാ പോർഷനും തീരും. പക്ഷെ അപ്പൊ നമ്മുടെ മാനേജ്മെന്റ് എന്താന്ന് വെച്ചാൽ ഇത് തന്നെ പഠിപ്പിച്ചാൽ മതി, എല്ലാം അങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ മതി എന്നൊരു ഒന്നും നമ്മളോട് അങ്ങനെ കൺട്രോൾ ചെയ്യാനോ ഒന്നുമില്ല. ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടോ അതെല്ലാം അവരുടെ ഇഷ്ടത്തിനാണ്. മനസ്സിലായോ? അതായത് എല്ലാ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ്, ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ വന്ന് സംസാരിക്കുന്നതായിരിക്കില്ല വേറെ ക്ലാസ്സിൽ പോയിട്ട് സംസാരിക്കുന്നത്. പ്ലാൻ ചെയ്ത് വരുന്നില്ല കേട്ടോ, പല കാര്യം പ്ലാൻ ചെയ്ത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ അത് പറയും. പക്ഷെ അല്ലാണ്ട് പ്ലാൻ ചെയ്യുന്നില്ല. ചിലപ്പോ വേറെ ക്ലാസ്സിൽ കൊടുത്ത് നോട്ട് ഞാൻ ചിലപ്പോൾ ഇവിടെ തരണമെന്നില്ല. കാരണം അതൊക്കെ തന്നെയാണ്, അവർക്ക് ആവശ്യമുണ്ടോ അവര് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കും. അങ്ങനെയാണ് പൊതുവെ. ആ നോട്ട് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് റൂം ഇംഗ്ലീഷ് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അത് അവർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തത്. ഞാൻ ചെയ്യില്ലായിരുന്നു. അതിനിപ്പോ എല്ലാ ക്ലാസ്സിലും അത് കൊടുക്കും ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഒരുപാട് പഠിക്കാനുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞു പഠിക്കാൻ നോക്കാം. ടെൻസ് ഒക്കെ ഒരു അറിയാതെ ഇപ്പോ പ്രസന്റ് കഴിഞ്ഞല്ലോ, കുറച്ചെങ്കിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. പ്രസന്റ് ടെൻസ് വെച്ച് കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. കൂടെ തന്നെ വൊക്കാബ് ഇംപ്രൂവ് ചെയ്യാൻ. ഓക്കെ, പഠിക്കുകയും ചെയ്യും. അത്രയാണ് ഇപ്പൊ പറയാനുള്ളത്. ഓക്കെ, പോയ കുറെ കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ നമുക്ക് മൂവ് ചെയ്യാം അങ്ങോട്ടേക്ക്. ഫാസ്റ്റ് ടെൻസ്. ലെറ്റ്സ് മൂവ് ഓൺ ദ അതർ തിങ്സ്. ഇറ്റ്സ് എ ഫാസ്റ്റ് ടെൻസ്. I cannot go, can I down anything, past tense. മറ്റത് വായിക്കണോ? എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ പ്രസന്റ് ടെൻസിലെ? ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നാല് വായിച്ചിട്ട് പോവാം. ഓക്കെ, എഴുതിയതെന്ന് പറയുന്നാലും ആരൊക്കെയാണ് എഴുതിയത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തായിരുന്നു മിസ്സേ. ഓക്കെ, നെക്സ്റ്റ് ആരാപ്പോ? ആരെങ്കിലും ഉണ്ടോ? വായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഞാൻ പാസ്റ്റ് ടെൻസിലേക്ക് പോവും. പറയൂ. വെരി ഗുഡ്, നല്ല കുട്ടികളാണ് നിങ്ങൾ. അറിയാം നിങ്ങൾ നല്ലതാണെന്ന്. സൂപ്പർ. കഴിഞ്ഞ ദിവസം ഞാനും വായിച്ചായിരുന്നു. ആ, ഓക്കെ. അയച്ചാൽ വായിക്കണ്ട. വേറെ ആരെങ്കിലും ഉണ്ടോ? വായിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എനിക്കിന് ഓർമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. മിസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു, ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിരി വരും കേട്ടോ. കാരണം എന്താ, അതെനിക്ക് പണ്ട് സ്കൂളിലൊക്കെ ഓർമ്മ വരും. ഇതൊക്കെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഓർത്ത് മിസ് അത് പറഞ്ഞപ്പോ ശരി വരും. ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ടീച്ചറാണല്ലോ ഇപ്പോഴാണ് മിസ്. ആബ്സെന്റ് ആയിരുന്നു ടീച്ചറാണെന്ന് പറയാം. നിങ്ങളത് പറയുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഷോ, ഇത്ര പ്രായമായിട്ടും അതൊന്നും വിട്ടുപോയിട്ടില്ല. ആണ് നമ്മുടെ ഭാവം. ആ ഡയലോഗൊക്കെ പറയാതെ നിങ്ങൾക്കൊന്ന് പിടിച്ചു തന്നൂടെ? അത് ആലോചിച്ച് നോക്കിയ. ആബ്സെന്റ് ആണ്.
ഒരു കാര്യം ചെയ്യില്ല, ഈ അബ്സെന്റ് ആയവർ ചെയ്യേണ്ട ഒരു കാര്യം പറയട്ടെ. റെക്കോ ക്ലാസ് കാണാൻ മടിയാണ് എല്ലാവർക്കും, അതാണ് സത്യം. ഇത്രയും ടൈം വേസ്റ്റ് ചെയ്തിരുന്ന് കാണട്ടെ. അപ്പൊ എന്താ ചെയ്യാ, ഇവരോട് ചോദിച്ചാൽ മതി, ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചാൽ അവര് കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി ആബ്സെന്റ് ആയിരുന്നു എന്നൊരു വാക്ക് കൂടെ മിണ്ടാൻ പാടില്ല, കേട്ടല്ലോ. നിരോധിച്ചിരിക്കുന്നു, പ്രൊഹിബിറ്റ് ചെയ്തിട്ടോ ആബ്സെന്റ് എന്ന് പറയുന്ന വാക്ക്. വെറുതെ ഇതിനെ ചിരിക്കുന്നേ, ചിരിക്കാൻ സമയം കൊടുക്കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസിലേക്ക് പോവാട്ടാ. ഈ പഠിക്കാം കുറച്ച് സമയം. ഞാനിങ്ങനെ വർത്താനം പറയുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല മിസ്സേ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയരുത്. ഇല്ല. അല്ല അല്ല ഇല്ല. ഇല്ല മിസ്സേ, നല്ല രസമാണ് കേട്ടോ. അയ്യോ സൂചിപ്പിക്കാൻ പറഞ്ഞല്ല മിസ്സേ. സമയം പോലും അറിയില്ല മിസ്സേ. സമയം പോണത് ശരിയാ. ഏത് ക്ലാസ്സിലാണെന്നറിയോ വേറെ വീട്ടിൽ പറഞ്ഞാല്, ഞാൻ ഏതെങ്കിലും ടീച്ചർ ആരെങ്കിലും ലീവ് ആകുമ്പോ കേറുന്ന ഒരാള് ഞാനാ. വെച്ചാല് ആ ടൈമിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഞാനായിരിക്കും. അങ്ങനെ ഞാൻ MT19 ബാച്ച് ഉണ്ട് കേട്ടോ. പണ്ടേ കയറി, അതായത് ഇന്നലെ കയറി, ഇന്ന് കയറി, ഇനി നാളെയും കയറും. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഇന്ന് കയറിയപ്പോ ചോദിച്ചു, ഞാൻ നാളെ വരണോ? നിങ്ങൾ ഈ ആഴ്ചയിൽ 3 ദിവസം എന്നെ തന്നെ കാണണ്ടേ? പാവം പിള്ളേര്, എനിക്ക് വിഷമാവോന്ന് വിചാരിച്ചിട്ടാണ് നല്ല വരാൻ പറഞ്ഞു. അന്നോട് മിസ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തില്ല കേട്ടോ. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നുകൊണ്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ് എടുത്തില്ല, കുറേ സംസാരിച്ചു. സമയം പോയതേ അറിഞ്ഞില്ല. നീ പെട്ടെന്ന് 1 മണിക്കൂർ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ പോരാതെയായി, തീരുന്നില്ല സംസാരിച്ചിട്ട്. എന്നിട്ട് എന്നോട് പറയാൻ നാളെയും വരാൻ. എന്താ നോക്കിയാലേ പിള്ളേർ അവർക്ക് സ്നേഹം എന്നോട്. ഒന്നും പഠിക്കണ്ടല്ലോ, വർത്താനം കേട്ടിരിക്കാനാ, വേറൊന്നുമല്ല. വർത്താനം കേട്ടിരിക്കുക, സംസാരിക്കാലോ, പഠിക്കണ്ട. ഓക്കെ, മതി മതി. ഇനി എഴുതി വിട്ടു പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിന് പാസ്റ്റ് ടെൻസ് എന്താ? കഴിഞ്ഞു, പാസ്റ്റ് ആണ്, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ പറയും. സോ കഴിഞ്ഞു, ഭൂതമാണ് അല്ലെ, ഭൂതകാലമാണ്. മലയാളം കണ്ട കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോ മലയാളത്തില് എന്താ പറയാ, അതിന് ഫസ്റ്റ് ആക്ഷൻ ചെയ്തു കേട്ടോ, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ഇപ്പൊ എന്തായിരിക്കും? ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ ആയിരിക്കാം, മേ ബി. കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്, ബിക്കോസ് ഇറ്റ്സ് പ്രസന്റ് പാസ്റ്റ് ടെൻസ്. അപ്പോ മലയാളത്തിൽ ജസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം പറയാൻ വേണ്ടി. ജസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞെങ്കിൽ പെർഫെക്റ്റ് യൂസ് ചെയ്യാലോ, പ്രസന്റ് പെർഫെക്റ്റ്. ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്, ടെൻസ് കംപ്ലീറ്റ് ആയിട്ടെ. കുറെ ഡൗട്ട് വരുന്നുണ്ട്, ഞാൻ പറയാം. ഓക്കെ, അപ്പോ സിമ്പിൾ പാസ്റ്റിന് മീനിങ് എന്ത് ചെയ്തു എന്നാണ് കേട്ടോ. ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആയി, ചെയ്തു. ചെയ്തു എന്ന് പറയുമ്പോൾ ഈസിയാണ്, വളരെ ഈസിയാണ്. സ്ട്രക്ചർ വരുന്ന ഇത്രയേ ഉള്ളൂ, സബ്ജക്ട് പ്ലസ് V2. V2 ആണ്. നമ്മള് പ്രസന്റിൽ നോക്കിയപ്പോ V1 ആയിരുന്നു, ഇവിടെ V2 ആണ്. V2 നമുക്ക് പ്രസന്റ് പോലെയല്ല, നമുക്ക് ഇന്ന സബ്ജക്റ്റിനും കൂടി ഇന്നത് യൂസ് ചെയ്യണം എന്നൊരു റൂൾസോ ഒന്നും ഇനി അങ്ങോട്ടില്ല. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. പ്രസന്റ് പഠിച്ച ഒരാൾക്ക് പാസ്റ്റ് ഫ്യൂച്ചറും പഠിക്കാൻ ഭയങ്കര ഈസിയാണ്, കാരണം പ്രസന്റ് അത്രയും കോംപ്ലിക്കേഷൻസ് ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അപ്പൊ പാസ്റ്റ് എന്ന് പറയുമ്പോൾ V2 ഫോം ആണ്, സബ്ജക്ട് പ്ലസ് V2 ആണെങ്കിൽ ഏത് സബ്ജക്റ്റിന് കൂടെ നമുക്ക് V2 ഫോം ആഡ് ചെയ്യാവുന്നതാണ്, ഈസിയാണ്. ഓക്കെ, ഞാൻ അവിടെ പോയി, ഐ വെന്റ് there, ഞാൻ അവിടെ പോയി. ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം. ഇവിടെ മീൻസ് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഹെൽപ്പിംഗ് വർക്ക് ഒന്നും വരുന്നില്ല. അപ്പോ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഇപ്പൊ കഴിഞ്ഞുള്ളെങ്കിൽ പെർഫെക്റ്റ് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പറയാം, ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ചെയ്തോളൂ പറയാം. അപ്പൊ സബ്ജക്ട് പ്ലസ് V2 ആണ്. എന്താ ചെയ്യാ, അങ്ങനെ കിട്ടിയല്ലോ അല്ലെ. എക്സാമ്പിൾ അങ്ങോട്ട് എഴുതാം. ലെങ്തി സെന്റൻസ് ആയിരിക്കണം, ചെറിയ ചെറിയ സെന്റൻസ് ആവരുത്, ലെങ്തി ആയിരിക്കണം, ആലോചിച്ച് എഴുതാം. ഓക്കെ, ഒരു അറൌണ്ട് ഒരു 5 എക്സാമ്പിൾ എങ്കിലും വേണം, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ചെയ്തോളൂ.
ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ക്ലിയർ ആണ്, എല്ലാവരും എക്സാമ്പിൾ ക്ലിയർ ആണ്, ഓക്കെ ആണ്. ഓക്കെ, സോ നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് ആക്ഷൻ പാസ്റ്റ് കണ്ടിന്യൂസ്. എളുപ്പമാണ് കേട്ടോ. ഇനി പ്രസന്റ് ടെൻസ് കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് നമുക്ക് ടെൻസ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെ ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണമെന്നും അതിന്റെ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എല്ലാം നിങ്ങൾക്ക് അറിയാം. അവിടെ പെട്ടെന്ന് തീരും, അതിന് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. ബിൻസി ഇവിടെ ആം ഇല്ലാട്ടോ, ഐയുടെ കൂടെ ആം വേണ്ട, അതിന് ആവശ്യമില്ല. കാരണം ഇത് സിമ്പിൾ ആണ്, ജസ്റ്റ് സബ്ജക്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. I woke up at 6:30. I woke up at breakfast. My children went to school. I watched her best. I ate breakfast. I made a cup of tea. A cup of tea for my mother. I made a cup of tea. And I made I made a cup of tea for my mother. വൺ വേണം കേട്ടോ. ഈ ശരിക്കും വണ്ണിന് പകരം നമുക്ക് എ യൂസ് ചെയ്യാം, സിമ്പിൾ ആയിട്ട്. ഓക്കെ, so let's move on other tense. So past continuous and മലയാളം മീനിങ് ചെയ്യുകയായിരുന്നു എന്ന് പറയാം. ചെയ്യുകയായിരുന്നു. സ്ട്രക്ചർ എന്തായിരിക്കും? സ്ട്രക്ചർ എന്തായിരിക്കും? അവിടെ നിങ്ങൾക്ക് പ്രസന്റ് അറിയാം, അപ്പൊ ഇവിടെ സ്ട്രക്ചർ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. പാസ് ഓർ വേർ അല്ലേ മിസ്സേ? Subject plus was or were plus verb ing. Subject plus was or were plus verb ing. ing form ആണ് വരാ. കണ്ടിന്യൂസ് പ്രോസസിന്റെ പാസ്റ്റ് ആണ് പറയുന്നത്, ing form ആണ് വരാ. Then ഇവിടെ സിംഗുലർ സബ്ജക്ട് കൂടെ വാസും പ്ലൂറൽ സബ്ജക്ട് കൂടെ were ആണ് യൂസ് ചെയ്യുക, പാസ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ. ഐ വാസ് ലേണിംഗ്, they were playing. Okay, then it's your turn. Let's make examples. Okay, മിസ്സേ അതിന്റെ മലയാളം ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് എഴുതേണ്ടത്. എന്തോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ് എഴുതേണ്ടത്. ചെയ്ത് കഴിഞ്ഞ കാര്യം, അതായത് ഇപ്പൊ ക്ലാസ്സിലാണ്, മീൻസ് ഇപ്പൊ പഠിക്കുകയാണ്. ഒരു 2:30 കഴിഞ്ഞാൽ ബിൻസിയോട് ചോദിക്കുകയാണെങ്കിൽ ബിൻസി എന്ത് പറയും? ഞാൻ ക്ലാസ്സിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിക്കായിരുന്നു എന്നാ പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യാം, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? എല്ലാവരും ക്ലിയർ ആയോ? അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് പറയും ഞാനത് ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ പറയും. എന്തായിരുന്നു അതിന്റെ മോളെ ചോദിക്കൂ. അതാ മിസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ചെയ്യൂ കേട്ടോ എല്ലാവരും.
ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. കറക്റ്റ് ആണ്. അപ്പൊ ഈ പാസ്റ്റ് ഓക്സിലറീസിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എപ്പോഴും ing ഫോം ആയിരിക്കണം. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതർവൈസ് ഓക്കെ ആണ്, ക്ലിയർ ആണ്. സോ വി ഡിസ്കസ്ഡ് 2 tenses or 2 actions, that is past simple past and past continuous. Is it clear or not? Do you have any doubts? No, all clear. ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. ഇനി അങ്ങോട്ടൊക്കെ സിമ്പിൾ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഞങ്ങൾ അതിന്റെ പേരാലോ, പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടെൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആണ് എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അവർക്ക് സ്ട്രക്ചേഴ്സ് ക്ലാസ്സിൽ ഒന്ന് വോയിസ് നോട്ട് അയക്കുകയാണെങ്കിൽ, ഗ്രൂപ്പിലൊന്ന് വോയിസ് നോട്ട് അയക്കുകയാണെങ്കിൽ അവർ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് സൈൻ ഔട്ട് പറയാം. അതിന്റെ പേര് നേരെ പറയാം. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. വേറെ പറയാന്നെങ്കിൽ ചോദിക്കണം. ഞാനാ മിസ്സേ, ഞാൻ പുറത്തൊരാള് വന്ന് വിളിച്ച് അങ്ങോട്ടൊന്ന് ഓടി. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എന്താ മിസ്സേ? അല്ല, ഇവിടെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നാളെ എങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. പറയൂ പോട്ടിലേക്ക് പോണം. പറയൂ ക്ലാസ്സില്. Today it was a very helpful class. Thank you for Miss of the wonderful section, and I am sign out for the section. Have a nice day. ഓക്കെ, സോ താങ്ക് യു. മുങ്ങി ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. സീ യു സൂൺ. അന്വേഷണം പറയുന്നു കേട്ടോ. നാളെ പോയി. ഓക്കെ, ബൈ ടു ഓൾ. സീ യു ഓൾ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.